ഒരു കിലുക്കം കൂടെ വാങ്ങിച്ചതാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ രണ്ടുടുപ്പ്. ഇത് കണ്ടു, ഇതിനൊക്കെ ചെവിയൊക്കെ ഉണ്ട്, കൈമാറ്റം ചെയ്യാം. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് നമ്മൾ സാധാരണ ഷോർട്സ് വീഡിയോ ആണ് ഇടാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെന്ന ഒരു ചെറിയൊരു വ്ളോഗ്, ഒരു മിനി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വിചാരിക്കും നന്ദൂനായിരിക്കും. അല്ല, നന്ദൂനല്ല, എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്. അതായത് എനിക്ക് ചേച്ചിയെ പോലാണ്, എൻ്റെ ചേച്ചി തന്നെയാണ്. ആളിപ്പോൾ ഞാൻ കണ്ടിട്ട് 1-2 വർഷം ആവാറായി. ചേച്ചിയുടെ കല്യാണത്തിനാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് കാണുന്നത്. പിന്നെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പിള്ളേരുടെ കൂടെ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ആൾ പ്രഗ്നൻ്റായി, കുഞ്ഞായി. ഇന്ന് കുഞ്ഞിൻ്റെ 28ആയിരുന്നു നൂലുകെട്ട്. അപ്പോൾ നമുക്കിന്ന് രാവിലെ അതിന് പോകാൻ പറ്റിയില്ല. ഇന്ന് സൺഡേ ആയിട്ട് ഇപ്പോൾ സമയം ഒരു 4-5 മണിയായി. ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞതുപോലെ വരാൻ പറ്റത്തില്ല, നമുക്കിപ്പോൾ ഷോപ്പും ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ കട അടച്ചിട്ടിട്ട് നമുക്കെങ്ങും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓൺലൈനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് തീരെ പറ്റൂല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ രണ്ടുകൂടെ പോകാം, ഞാനും നന്ദൂടെ പോകാം, ചേട്ടൻ കട ഇരുത്തിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചേച്ചി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളിന്ന് വരാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. നമുക്ക് വളകാപ്പിന് വിളിച്ചു, അതിന് പോകാൻ പറ്റിയില്ല. അല്ലാണ്ട് ഡെലിവറി ടൈമിൽ വിളിച്ചു, അന്നും പോകാൻ പറ്റിയില്ല. ഇന്ന് വരാൻ പറ്റാത്തതിലൊരു കയറും ആൾക്കുണ്ട്. അപ്പോൾ നമുക്കിന്ന് സർപ്രൈസായിട്ട് അങ്ങോട്ട് പോവാം. നമ്മളുടെ അടുത്തു നിന്നൊരു 1 മണിക്കൂറോളം ഉണ്ട് യാത്ര. അപ്പോൾ ഞാൻ കുഞ്ഞിനെ മേടിച്ച ഉടുപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. പെട്ടെന്ന് സമയമില്ലാത്ത സമയത്ത് മേടിച്ചുകൊണ്ട് നമ്മൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ രണ്ടുടുപ്പ്. ഇത് കണ്ടു, ഇതിനൊക്കെ ചെവിയൊക്കെ ഉണ്ട്. കാണിച്ചു തരാവേ. ജസ്റ്റ് അല്ല, വേണ്ട, ഓപ്പൺ ചെയ്യണ്ട. കണ്ടോ, ക്യൂട്ട്. ഇവിടെ ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ വരുന്ന. പിന്നെ ഇത് വേണ്ടിയത് ഈ 2 കാണിച്ചത്. പിന്നെ ആൾക്ക് ഇപ്പോഴേ കിലുക്കമൊന്നും വേണ്ട, പിന്നെ വളരുമല്ലേ, ഒരു കിലുക്കം കൂടെ വാങ്ങിച്ചതാണ്ട്. പിന്നെ ചേച്ചിക്ക് ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ റാപ്പ് ചെയ്തല്ലാണ്ട് വെച്ചേക്കാം. അപ്പം ഇത്രയാണ് ഞാൻ അവർക്ക് കൊണ്ടുപോകാൻ മേടിച്ചത്. പിന്നെ ഇനി പോകുന്ന വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേണം പോകാൻ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇന്ന് സൺഡേ ആയിട്ട് വേറെ ഒരു പരിപാടി ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് ഷോപ്പ് വന്നതിന് ശേഷം വേറെ കറങ്ങാൻ പോക്കൊക്കെ കുറവാണ്. പിന്നെ പോകുന്നത് രാത്രി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫുള്ള് നമ്മളല്ലാണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു പരിപാടി ഫുള്ള്. ആൾ കടയിൽ. അപ്പം നമുക്ക് ബാക്കി കാണാം. ജസ്റ്റ് വരുന്നു. ഞങ്ങൾ പോവാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാണാം. പോകുന്ന വഴിയിൽ കടയിലൊന്ന് കയറി. അയ്യോ, മുഖം നിറഞ്ഞിരിക്കും. ഞങ്ങളങ്ങനെ പോകാൻ ഇറങ്ങി ഗൈസ്. മൈക്ക് ഓണാണോ നോക്കിയതാ. എല്ലായിടവും പമ്പ. ഇതെന്തോ പറയാൻ വന്നായിരുന്നു, ഞാനങ്ങ് മറന്നുപോയി. എന്തുവായിരുന്നു വീഡിയോ ആണോക്കിയപ്പോൾ മറന്നുപോയി. നമ്മളുണ്ടല്ലോ ഇവിടുന്ന് എത്ര 1 മണിക്കൂറുണ്ടല്ലോ അവിടേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലൊക്കേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ലൊക്കേഷൻ ഇല്ല. ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാം, അപ്പോൾ ലൊക്കേഷൻ ഒന്ന് ഇട്ടേക്കണേന്ന് പറഞ്ഞു. പക്ഷെ ആൾ ഇതുവരെ മെസ്സേജ് പോലും കണ്ടിട്ടില്ല. തിരക്കായിരിക്കും. ഐഡിയ കാണുമോ ചെല്ലുമെന്ന്? ഇല്ലായിരിക്കില്ല. അതേ ഉള്ളു. അതുമല്ല കേട്ടോ, മഴ രാവിലെ തൊട്ടേ ചെറിയൊരു കോളുണ്ട്. ഇപ്പം ഫുള്ള് മഴയായി. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ കോളേജിൻ്റെ വഴി, ആ വഴിയാട്ടോ. എത്തിയില്ല, ശാസ്താംകോട്ട DB കോളേജ് എത്തിയില്ല. ഇപ്പം മണപ്പള്ളിയിലല്ലോ ഡി. ഇതെവിടെ വരുന്നത്? മൈനാഗപ്പള്ളി. അയ്യോ, എത്ര നാളായതല്ലോ ഇവിടെ വന്നിട്ട്. മൈനാഗപ്പള്ളിയായി ഇപ്പം. ഞാൻ വെച്ച ലവളാണ്. ഇതാണ് വീട്. തേണ്ട അവരൊക്കെ ഇറങ്ങി നോക്കും. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. നമുക്ക് ഇറങ്ങാം എന്തായാലും. ജസ്റ്റ് എടുത്തോ കേട്ടോ.
അറിയോ? വന്ന് ഗൈസ് എന്റെ ഷുണ്ണനെ ഞാൻ കണ്ടു. ഇങ്ങ ബാ. ഇതാണ് ഞാൻ 2 വർഷത്തിൽ ഏറെ കണ്ടിട്ടുള്ള ചേച്ചി. ഇത് പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. ബാ നെട്ടിങ് വാ. കണ്ടു. ഇത് എന്റെ സുട്ടൻ കണ്ടോ? കൊള്ളാലിയ. എൻ്റെ ഉടുപ്പൊക്കെ ഇടണം കേട്ടോ, എന്നിട്ട് നീ ഫോട്ടോ ഒക്കെ അയച്ചു തരണം കേട്ടോ. പാല് വിശക്കുന്നതാണ്. തുടണ്ടാണ് പെങ്കുച്ചാടത്തേക്ക് നിങ്ങൾ ഫോക്കൊക്കെ ഇട്ടേന്. ആണോ ഋതു? ഋതു എന്നാ മാമിയെ നോക്ക്. മാമി മതി. മാമിയാ? ബിഗ് ബോസ് നിങ്ങളതിലെ ബിഗ് ബോസ് കാണുന്നവരുണ്ടോ? ആ കേട്ടോ. മതി. ഒരുപാട് വേണ്ട, അതിനകത്തില്ല. ഇത് ഈ ചേച്ചിയുടെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത്, ഹെയർ ഓയില്. കൈമാറ്റം ചെയ്യാ. തങ്കമേ നിന്റെ കൈ ഇങ്ങനെ പിടിച്ചാലും മതി. ഇങ്ങനെ പിടിച്ചോ. പൊക്കം കൂടി. പിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. കിട്ടിയോ? എന്ത്? ഞാൻ ആദ്യമായിട്ടാട്ടോ നന്ദുന്റെ കുഞ്ഞിരിക്കുന്ന അമ്മ. നോക്ക് വണ്ടി ഓടിക്കുന്നതിനെ പിടിച്ചോണ്ട്. ആൾക്കാര് സംസാരിക്കുമ്പോ ഇങ്ങനെ നോക്കിയിരിക്കാറുള്ളൂ. എന്തോ അവന് പ്രത്യേകത ഉള്ളവരടുത്ത് അവ ഇങ്ങനെ നോക്കിയിരിക്കാറ്. ഇതിപ്പാ ഇത് കുട്ടാ, ഇത് മാമാന്ന് വിളി. പിന്നെ വേണ്ടാന്ന് നോക്കട്ടെ. പോക്കറ്റൊക്കെ ഉണ്ടെന്ന് അങ്ങനത്തെ. അതാരാടാ നെഞ്ചത്തിരിക്കുന്നത്? ഞങ്ങൾക്ക് പാപ്പൊക്കെ ഇട്ടോ, പാപ്പൊക്കെ ഇട്ടിട്ട് തിന്നാ. കുങ്കുമ ചോപ്പോ? എന്തൊരു ചോപ്പാണോ? റൂബി പിങ്കാ? ഇതാണോ അത്? പക്ഷെ ഇത് ഇച്ചിരി വലുതല്ലേ? ഇച്ചിരി വലുതാ. മറ്റേത് അത് നിക്കറാ. നിക്കറിനകത്ത് എന്തോ ഒരു പടം ഉണ്ട്. ഞങ്ങൾ കിട്ടുവോ? ഓട്ടോ എടുത്തോ? ഫോട്ടോ അട്ടെടുക്കണ്ട. അടിയോടി വെച്ച് അടിയോടി. അയ്യോ, ചൂടാകുമ്പോ അങ്ങ് തന്നേക്കാണ്ട് പറയും.
അപ്പം വളരുമ്പോഴായാലും ഇത്